ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞണ്ട് തോരനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. ഇപ്പോൾ സൺഫ്ലവർ ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ. കടുകിട്ടതിന് ശേഷം ഇപ്പോൾ എണ്ണ ചൂടായി കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. വറ്റൽമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഇത്തിരി പച്ചച്ചുവ മാറണം. അതിലേക്ക് ഇത്തിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോ ഞണ്ടാണ് എടുത്തേക്കുന്നത്. അതിന് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഈ സവാളയും ഇതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഈ പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്ത്, ഉപ്പ് ഞണ്ടിനും കൂടെ ആവശ്യമുള്ള ഉപ്പ് വേണം ഇതിലേക്ക് ഇടാനായിട്ട്. ഇതിലേക്ക് ഞണ്ടെണ്ണ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ശകലം ഇതിൽ വെള്ളം ഉണ്ട്, എന്നാലും നമ്മൾ ശകലം ഒന്ന്, കാരണം അരപ്പൊക്കെ ഇടുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് അതിൻ്റെ തിള വന്നതിന് ശേഷം ഇപ്പം അത് തിളച്ച് കഴിഞ്ഞു. ഒന്ന് അടച്ചു വയ്ക്കുക. നമുക്കിനി അരപ്പിനുള്ള റെഡിയാക്കാം. അരപ്പ് ഒന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ശകലം ഇട്ടാൽ മതി, കാരണം നമ്മൾ ആദ്യമേ സവാളയുടെ കൂടെ ഇട്ടായിരുന്നു മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി, ഗരം മസാല, ശകലം കരിവേപ്പില. നമ്മളിതെല്ലാം ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഞണ്ട് താണ്ട് തിളച്ചു ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഈ അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം, ചതച്ചത്. ഇത് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഇതിലേക്ക് ശകലം ഇനി തുറന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ, 1 മിനിറ്റ് അല്ല, ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കണം.
ഇനി ഇത് നല്ലപോലെ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഈ അരപ്പിടുമ്പോൾ തന്നെ ഏകദേശം ഒത്തിരി ശകലം ഒരു വെള്ളം മാത്രമേ ഉള്ളൂ. അതൊന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ഇതിനകത്ത് ഒത്തിരി കരിവേപ്പില ഇട്ട് കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് അങ്ങനെ നമ്മുടെ ഞണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്.